ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന 2025 സൂപ്പർ കപ്പിന് മഞ്ഞപ്പട റെഡിയായിരിക്കുകയാണ്. ടൂർണമെന്റിനുള്ള 27 അംഗ ടീമിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടുത്തിടെ ചുമതലയേറ്റ പരിശീലകൻ ഡേവിഡ് കറ്റാലയുടെ കീഴിൽ പുതിയ അധ്യായത്തിന് തുടക്കമിടുകയാണ് ബ്ലാസ്റ്റേഴ്സ്. സൂപ്പർ കപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാൾ FC നേരിടും. ഏപ്രിൽ 20-ന് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. നോക്കൌട്ട് അടിസ്ഥാനത്തിലാണ് ടൂർണമെന്റ് എന്നതിനാൽ തോൽക്കുന്ന ടീം പുറത്താകും. 16 ടീമുകൾ ഉൾപ്പെടുന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളോടെയാണ് ടൂർണമെന്റ് ആരംഭിക്കുക. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 13 ക്ലബ്ബുകളും ഐ ലീഗിലെ മികച്ച 3 ടീമുകളുമാണ് സൂപ്പർ കപ്പിൽ മത്സരിക്കുന്നത്. ISL-ന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ടീം കൊച്ചിയിൽ കഠിന പരിശീലനം നടത്തി വരികയാണ്. സ്പാനിഷ് കോച്ച് കറ്റാലിയുടെ കീഴിൽ ടൂർണമെന്റിനുള്ള തയ്യാറെടുപ്പാണിത്. ടീമിനെ വിലയിരുത്താനും കളിക്കാരുമായി ഇണങ്ങിച്ചേരാനും വരാനിരിക്കുന്ന മത്സരങ്ങൾക്കായി തയ്യാറെടുക്കാനും കറ്റാലയ്ക്ക് ഏതാനും ആഴ്ചകൾ ലഭിച്ചിട്ടുണ്ട്. പുതിയ കോച്ചിന്റെ തന്ത്രപരമായ സമീപനങ്ങളും പരിശീലന മികവും കണ്ടറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും. AFC ചാമ്പ്യൻസ് ലീഗ് 2 യോഗ്യതാ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സൂപ്പർ കപ്പ് ജേതാക്കൾക്ക് അവസരമുണ്ടാകും. ഉദ്ഘാടന ദിനത്തിലെ 2ാം മത്സരത്തിൽ മോഹൻ ബഗാൻ ഐ ലീഗിലെ 3ാം സ്ഥാനക്കാരെ നേരിടും. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഏപ്രിൽ 26, 27 തീയതികളിലാണ്. സെമി ഫൈനലുകൾ ഏപ്രിൽ 30-നും ഫൈനൽ മെയ് 3-ാം തീയതിയും നടക്കും. സൂപ്പർ കപ്പിനുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ടീം എടുത്താൽ ഗോൾ കീപ്പർമാർ സച്ചിൻ സുരേഷ്, കമൽജിത് സിംഗ്, അൽസാബിത് ST, മുഹമ്മദ് ജസീൻ എന്നിവരാണ്. ഡിഫൻഡർമാർ ഹോർമിബാം റൂയിവ, ബികാഷ് യുമ്നം, മിലോസ് ഡ്രിൻസിച്ച്, ദുസാൻ ലഗാറ്റർ, നവോച്ച സിംഗ്, ഐബൻ ഡോളിംഗ്, മുഹമ്മദ് സഫീഖ്, സന്ദീപ് സിംഗ് എന്നിവരും മിഡ്ഫീൽഡർമാർ വിപിൻ മോഹനൻ, ഡാനിഷ് ഫറൂഖ്, ഫ്രെഡി ലാലമാവ, അഡ്രിയാൻ ലൂണ, മുഹമ്മദ് അസർ, യോഹൻബ മെയ്ത്തെ, എബിൻ ദാസ്, കോറു സിംഗ്, മുഹമ്മദ് ഐമൻ, റെന്ദ്ലൈ ലാൽത്തൻമാവിയ എന്നിവരുമാണ്. 2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആരാധകരെ നിരാശപ്പെടുത്തിയ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ദയനീയ ഫോമിലായിരുന്ന സീസണിൽ 8ാം സ്ഥാനത്ത് മാത്രമാണ് മഞ്ഞപ്പടയ്ക്ക് ഫിനിഷ് ചെയ്യാനായത്. ഇതോടെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാനുമായില്ല. 3 സീസണുകൾക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്താതെ പുറത്താകുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ തുടക്കം മുതൽ നിരാശപ്പെടുത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിന് 8 മത്സരങ്ങൾ മാത്രമാണ് ലീഗ് ഘട്ടത്തിൽ ജയിക്കാനായത്. 5 കളികളിൽ സമനില വഴങ്ങിയ ടീം 11 കളികളിൽ തോറ്റു. ആകെ 29 പോയിന്റ് മാത്രമായിരുന്നു സമ്പാദ്യം. 24 കളികളിൽ 56 പോയിന്റുമായി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റാണ് ഇത്തവണ ISL ഷീൽഡ് സ്വന്തമാക്കിയത്. ടീമിന്റെ കളി മോശമായ സാഹചര്യത്തിൽ സീസൺ ഇടയ്ക്ക് വെച്ച് പരിശീലകൻ മിഖായൽ സ്റ്റാറയെ പുറത്താക്കാനും കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുകയായിരുന്നു. 2024-25 സീസണ് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത സ്റ്റാറെ 1 വർഷം പോലും മഞ്ഞപ്പടയ്ക്കൊപ്പം തികച്ചില്ല. സ്റ്റാറയെ പുറത്താക്കിയെങ്കിലും പകരം പുതിയ വിദേശ പരിശീലകനെ കൊണ്ടുവരാൻ തയ്യാറാകാതിരുന്ന മഞ്ഞപ്പട സഹപരിശീലകനായ TG പുരുഷോത്തമന് കീഴിൽ ISL സീസൺ പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ISL-ലെ നിരാശ സൂപ്പർ കപ്പിൽ മറികടക്കാം എന്ന പ്രതീക്ഷയിലാണ് മഞ്ഞപ്പടയുള്ളത്. സൂപ്പർ കപ്പിന് ശേഷം ടീമിൽ വലിയ അഴിച്ചുപണി വരുമെന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. 3ഓളം വിദേശ താരങ്ങളെ ടീമിൽ നിന്ന് ഒഴിവാക്കാനുള്ള പദ്ധതികളിലാണ് മഞ്ഞപ്പടയെന്നും സൂപ്പർ കപ്പിന് ശേഷമാകും ഇത് സംഭവിക്കുക എന്നുമാണ് റിപ്പോർട്ട്. എന്നാൽ ഏതൊക്കെ കളിക്കാരെ ആയിരിക്കും ഒഴിവാക്കുക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. മിലോസ് ഡ്രിൻസിച്ച്, അഡ്രിയാൻ ലൂണ, ദുസാൻ ലഗാറ്റോർ, നോഹ സദയി, ജെസ്യൂസ് ജിമനസ് എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിലെ മറ്റ് വിദേശ താരങ്ങൾ. ഇതിൽ ജിമനസ്, നോഹ സദയി, ദുസാൻ ലഗാറ്റോർ, മിലോസ് ഡ്രിൻസിച്ച് എന്നിവർക്ക് 2026 മെയ് അവസാനം വരെയും അഡ്രിയാൻ ലൂണയ്ക്ക് 2027 മെയ് വരെയുമാണ് മഞ്ഞപ്പടയുമായി കരാറുള്ളത്.